ആരും അനങ്ങല്ലേ? ഓക്കെ, ഇതല്ലേ വീഡിയോ അല്ലേ? ഹലോ, ശരിയാ. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സൂര്യനെ ഉദിച്ച് വരുന്നതേ ഉള്ളേ. അത് ഞാനിങ്ങനെ ഇലയുടെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ കാണുമായിരുന്നു. ഇതാണ് ഈ വീടിൻ്റെ കിഴക്ക് ഭാഗം. സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണോ അവിടെയാണല്ലോ കിഴക്ക്. സൂര്യൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാറി ഉദിക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കിഴക്കാകാറുണ്ട്. അവരുടെ അവർക്ക് എനിക്ക് വരാറുണ്ട്. ചിലപ്പോൾ സൂര്യൻ ഇതേ ഭാഗത്ത് ഉദിക്കുന്നത് കാണാം, ചിലപ്പോൾ സൂര്യൻ കുറച്ചുകൂടി മാറി ഇപ്പുറത്ത് ഉദിക്കുന്നതാണ്. കറക്റ്റ് ടൈമിൽ തന്നെ ഉദിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ അല്ലേ. 4ാം ഓണത്തിൻ്റെ അന്നതാ നമ്മുടെ അത്തപ്പൂക്കളം ചേട്ടൻ പതുക്കെ അടിച്ചു മാറ്റുകയാണ് സുഹൃത്തുക്കളെ. എത്ര കഷ്ടപ്പെട്ടാണ് ഈ പൂക്കളം ഒന്ന് ഇട്ട് തീർത്തത്. എന്നിട്ടും തറയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇടാൻ നല്ല രസമായിരുന്നു, എടുക്കാൻ ഇച്ചിരി പാടാൻ തോന്നും. അങ്ങനെ ചേട്ടൻ ഓണക്കോടി 2ാം ഓണക്കോടി കൊണ്ട് ഉടുത്തിരിക്കുകയാണ്. ഇതാ കളറാണ് കേട്ടോ. ഇത് ഓണക്കോടിയൊന്നുമല്ല, ഇത് പഴയ കോടി. കൈ കൊണ്ട് പതുക്കെ എടുത്താൽ മതി, അന്നേരം പോരും. അതും കൊണ്ടെടുത്താലേ പോരില്ലാത്ത. അപ്പം അത് രാവിലെ തന്നെ അവർക്ക് വെച്ച് കൊടുത്ത ആഹാരം അവർ കഴിക്കുന്നുണ്ട് കേട്ടോ. അരിയൊക്കെ തിന്നുക, പാത്രത്തിൽ വെച്ച് കൊടുത്തത്. കാക്കേനെ അത്രയേറെ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഈ കിടക്കുന്നത്. ഇവന് ഭയങ്കര ഇഷ്ടമാണ് കാക്കയെ. ചേട്ടൻ്റെ ചായയും കുടിച്ചിട്ടില്ല, എൻ്റെ ചായയും കുടിച്ചിട്ടില്ല. ചേട്ടൻ എനിക്കൊരു തേങ്ങ പൊതിച്ച് തന്നു. പുട്ടുണ്ടാക്കാൻ പോവുക. പുട്ടുണ്ടാക്കാൻ വേണ്ടി 5 കിലോയുടെ പുട്ടുപൊടിയൊക്കെയാണ് വാങ്ങി വച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ അത് ഉഴുന്ന് ദോശ ചൂടാൻ ഇല്ല, സാമ്പാർ പരിപ്പ്. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇതാണ് കേട്ടോ. ചേട്ടൻ എന്തിനാ മൂളാണ്? ഞാൻ എന്തേ വീഡിയോ ആയില്ല. അതേപോലെ തുടരുന്നു കേട്ടോ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന
മൊബൈൽ സ്റ്റാൻഡ് വാങ്ങിയത്, ആ സ്റ്റാൻഡ് പൊട്ടിപ്പോയി. അപ്പോൾ ഞാനിവിടെ അപ്പച്ചമ്പിനകത്താണ് പുട്ട് കൊടുക്കുന്നത് കേട്ടോ, അതായത് ഇഡ്ഡലിപ്പാത്രം. ചേട്ടനെ കണ്ടുകൊണ്ടിരിക്കുക അവിടെ. ചക്കക്കുരു മുളച്ചോന്ന് ചേട്ടൻ. എന്നാ പിന്നെ നടാൻ പാടില്ലേ? നട്ടാ പിന്നെ പ്ലാവുണ്ടാവൂലേ? ശർക്കര. ഇപ്പൊ ചേട്ടൻ പറമ്പിലൊന്ന് പോവുകയാണ്. നമ്മുടെ പ്രാണിയുടെ സ്ഥിരം പ്ലേസാണ്, പ്രാണിക്ക് സമാധാനം കിട്ടുന്ന ഇടം. ഇത് അവനെടുത്തേക്കണ മീനിറണം, അതവിടെ വെച്ചാരാ. എന്നാ അതവിടെ വെക്കാം, അത് അവൻ കളിക്കണതാണേ. ചേട്ടൻ വണ്ടിയുടെ അപ്പുറം നിന്നിട്ട് ചേട്ടൻ ഇച്ചിരിയേ ഉള്ളു, തല മാത്രം. കാണാൻ നല്ല രസം. എന്നാൽ ആ പക്ഷികൾ പിന്നെ വന്നില്ല, അവർ ഓണത്തിന് മാത്രമായിട്ട് ഉണ്ണാൻ വന്നതായിരുന്നു. പൂച്ച വാവോ ഉറങ്ങുവാ. ഒരാൾ എഴുന്നേറ്റ് വന്ന് കണ്ണും മുഖമൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ പോകാനായിട്ട് റെഡിയായി ഇപ്പം വരും. ചേട്ടൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഡ്രസ്സൊക്കെ മാറി അടിപൊളിയായിട്ട് നിൽക്കാം. റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണാഘോഷമല്ലേ, അപ്പം നമുക്ക് നല്ല വെൽ സെറ്റപ്പായിട്ട് പോകാം. ഈ കൊല്ലം ഓണത്തിന് സെറ്റ് സാരി ഉടുക്കേണ്ടി വന്നില്ല, അപ്പോൾ ഞാനിന്ന് സെറ്റ് സാരി ഉടുക്കുന്നതായിരിക്കും. ചേട്ടൻ എന്തോ ആലോചിക്കുകയാണ്, ഭയങ്കരമായ ആലോചനയിലാണ്. ആലോചിച്ചുകൊണ്ടാണ് ഇപ്പോൾ വണ്ടി എടുത്തിരിക്കുന്നത്. പറമ്പിൽ പോണതാ. ചേട്ടൻ എന്തോ എന്നെ വിളിച്ചിട്ടുണ്ട്, അപ്പോൾ എന്താ കാര്യം എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓർത്ത് ചേട്ടൻ പോകാൻ നേരത്ത് നിങ്ങളോട് നോക്കുമെങ്കിലും ചെയ്യും. ഇത് ആലോചനയിൽ പോയതുകൊണ്ടാണ് ചേട്ടൻ നോക്കാതെ പോയത്. കണ്ണാടിയുടെ ഗ്ലാസ്സിൽ ചേട്ടനെ നിങ്ങൾ കാണുന്നില്ല സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. സമയത്ത് പോകാൻ പറ്റിയില്ല, ചേട്ടൻ വന്നില്ലായിരുന്നു. 1 മണിക്കൂർ താമസം വന്നു പോയില്ല, അത് സാരമില്ല. 1 മണിക്കൂർ 10:45 ഇപ്പം. ഇതെന്താ ഈ ദുബായി കൊണ്ട് വേണ്ടിയിരുന്നേ? ഈ വഴിക്കാൻ പോണ്ടേ? ഈ വഴിക്കാം വീട്ടിലൊക്കെ ഇവിടെ വണ്ടി ഉണ്ടല്ലോ, അവിടെ സ്കൂട്ടർ കേൾപ്പില്ലേ? നമ്മുടെ അടുത്താണ്, നടന്നു വരാനുള്ള ദൂരമുള്ളല്ലോ. ഓണാഘോഷം ഈ വീട്ടിലാണോ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണപ്പൂക്കളം. സമന്വയ റെസിഡൻസ് അസോസിയേഷൻ കുറുമ്പാലമറ്റം 2K25 ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് റോബർട്ട് ചേട്ടൻ്റെ വീട്ടിലാണ് ഇത്തവണ ഓണാഘോഷ പരിപാടികളൊക്കെ നടത്തിയിരുന്നത്. നമ്മളവിടെ എത്തിയപ്പോഴേക്കും മീറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ആശംസാ പ്രസംഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ക്യാച്ചസം ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ചില പള്ളികളിലൊക്കെ അന്നായിരുന്നു ഓണാഘോഷ പരിപാടി, അതുകൊണ്ട് തന്നെയും കുറച്ച് പേര് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ അസോസിയേഷനിലുള്ള ഭൂരിപക്ഷം പേരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ അസോസിയേഷനിൽ പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള സമ്മാനദാനവും മൊമൻറ്റോയും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഒരു പ്രോത്സാഹനമൊക്കെ തന്നെയാണല്ലേ. കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മ, അത് വളരെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മൈൻഡ് റിലീഫാക്കാനായിട്ട് ഉള്ള ഒരു നിമിഷമൊക്കെയാണ്. അതുമാത്രമൊന്നുമല്ല, ഇന്നത്തെ കാലത്ത് മൊബൈലിൽ നിന്നും കണ്ണെടുക്കാതെ പരസ്പരം അടുത്ത വീടുകളിൽ ആരാണ് താമസിക്കുന്നത് എന്ന് പോലും അറിയാതെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഇതുപോലെയുള്ള അസോസിയേഷനും പ്രോഗ്രാമും ഒക്കെ വളരെ നല്ലതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് കുസൃതി ചോദ്യങ്ങൾ GK ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ കിട്ടിയതാണ് ഈ 2 മഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഓണാഘോഷ പരിപാടികളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ കസേര കളിയായിരുന്നു, അതും ചേട്ടന്മാരുടെയൊക്കെ കസേര കളിയായിരുന്നു കേട്ടോ. മെയിൽസിൻ്റെ, അതായത് ആണുങ്ങളുടെ കസേര കളിയായിരുന്നു. ജാക്സൺ ചേട്ടനും ഉണ്ട്, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഒരു നീല ഷർട്ടിട്ട് അങ്ങ് ചുറ്റിക്കറങ്ങിയൊക്കെ ഓടുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഒരേ രീതിയിൽ തന്നെ കറങ്ങാതെ ഇവരെ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞ് കറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ
കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ചിന്തിച്ചു, ഇങ്ങനെ കറങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തലകറക്കമൊന്നും ഉണ്ടാകില്ലല്ലോ എന്ന്. കാരണം അങ്ങ് ചെറിയ കുട്ടികൾ വരെ, നല്ല ഏജ് ആയവർ വരെ, മുത്തശ്ശന്മാർ വരെ നമ്മുടെ ഓണാഘോഷ പരിപാടിയിലുണ്ടായിരുന്നു. അപ്പോൾ തലകറക്കം കാര്യങ്ങളും ഒന്നും ആർക്ക് സംഭവിക്കാതിരിക്കാൻ ഇങ്ങനെ കറങ്ങുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് അപ്പോഴാണ് ആ ഒരു ട്രിക്ക് നമുക്ക് മനസ്സിലായത്. എന്താണെങ്കിലും അടിപൊളി ഒരു പരിപാടിയായിരുന്നു കസേര കളി എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പങ്കെടുത്തതും ഈ ഒരു ഓണാഘോഷത്തിനാണ്. കസേര കളിക്ക് കൂടിയത്. കാരണം എനിക്കിങ്ങനെ കറങ്ങുമ്പോൾ പേടിയാണ്. കറങ്ങി വരുമ്പം തല കറങ്ങുമെന്ന് ഓർത്ത്. അപ്പോൾ ജാക്സൺ ചേട്ടൻ വളരെ ദയനീയമായിട്ട്, ദയാലുവായിട്ട് പരാജയപ്പെട്ടു എന്ന് അപ്പോൾ അവസാനമായിട്ട് അതിനുശേഷമായിരുന്നു നമ്മൾ ലേഡീസിൻ്റെ കസേരകളി. അപ്പോൾ എന്താണെങ്കിലും ഞാനും അതിൽ പങ്കെടുക്കാൻ തന്നെ തീരുമാനിച്ചൊരു കസേരയൊക്കെ പിടിച്ച് വെച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ആർക്കും ഞാൻ എൻ്റെ കസേര വിട്ടു തരത്തില്ല എന്ന വാശിയോടെയൊക്കെയാണ് കയറിയിരുന്നത്. പക്ഷേ ആൻസുകുട്ടൻ്റെ കയ്യിൽ ക്യാമറയൊക്കെ കൊടുത്തിട്ട് നമ്മളിതാ കസേര കളിക്ക് വേണ്ടിയിട്ടങ്ങ് അംഗം കുറിക്കുകയാണ് ചെയ്തത്. ഒരുപാട് പേരുണ്ടായിരുന്നു, പല ഏജ് ഗ്രൂപ്പിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല സെറ്റ് സാരിയൊക്കെ ഉടുത്ത് കളർഫുള്ളായിട്ടൊക്കെയാണ് വന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചത് ഭൂരിഭാഗം പേരും ഏകദേശം ഒരു പച്ച കളർ ബ്ലൗസൊക്കെ ആയിരുന്നു എന്നുള്ളതായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ കാണാനായിട്ട്. അപ്പം എന്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി ഞാൻ എത്രാമത്തെ സ്ഥാനത്തെത്തിയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിച്ചു പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ? പറ്റില്ലല്ലേ? എങ്കിൽ പിന്നെ നമുക്കതങ്ങ് കാണാം. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് മുറ്റമൊക്കെ ഉള്ള വീടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ചുറ്റി കസേരയൊക്കെ ഇടാനുള്ള ഇടമൊക്കെ ഉണ്ടായിരുന്നു. അതും വളരെ നല്ലൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ വാശിയേറിയ ഒരു മത്സരത്തിലേക്കൊന്നും നമ്മൾ ആദ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പതുക്കെയായിരുന്നു കറങ്ങുന്നത്. അപ്പോൾ ഇത് ഞാനങ്ങ് വീഡിയോയ്ക്ക് സ്പീഡ് കൂട്ടി ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയൊക്കെ അങ്ങ് മറന്നു പോയ ഒരു നിമിഷമായിരുന്നു ഇങ്ങനെയുള്ള നിമിഷങ്ങൾ. അപ്പോൾ ഞാൻ ഇത്ര നാളൊക്കെ ഇവിടെ താമസിച്ചെങ്കിലും ഇവരെയൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാമായിരുന്നില്ല. ഇപ്പോഴാണ് ഇവരെയൊക്കെ കാണുന്നത്. പിന്നെ നമ്മുടെ വീടിൻ്റെ ഈ ഭാഗത്തല്ല കേട്ടോ, നമ്മൾ മെയിൻ റോഡൊക്കെ ഉണ്ടല്ലോ, ബസ് റൂട്ട്, ആ ഭാഗത്താണ് സമന്വയ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭൂരിപക്ഷം പേരുടെയും വീടുകൾ. അപ്പം അവിടെയുള്ള ആളുകളാണ്. ഞാൻ ഒരിക്കൽ പോലും ഇവരെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ദയനീയമായ സത്യം. അങ്ങനെ മത്സരിച്ച് ഞങ്ങൾ 3 പേര് മാത്രമായി അങ്ങനെ കറങ്ങി ഞാൻ ദയനീയമായി പരാജയപ്പെട്ടു. അങ്ങനെ ആദ്യം ജാക്സൺ ചേട്ടൻ ഔട്ടായി, പിന്നീട് ഞാൻ 3ാമത് ഔട്ടായി. 3ാം സ്ഥാനം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ അഭിമാനിക്കാം. കാരണം ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കുന്നത്. കാരണം വല്ല ഡാൻസും പാട്ടൊക്കെ ആണെങ്കിൽ ചാടിക്കയറി തുള്ളൂ എന്നല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ മത്സരത്തിനൊന്നും ഞാനങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾ വളരെ കുറവായിരുന്നു. ആൻസൂട്ടിൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ തീരെ ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും ഉള്ള കുട്ടികളെയൊക്കെ വെച്ച് മത്സരിപ്പിച്ചു. അങ്ങനെ 2 പേരിൽ ആൻസുകുട്ടൻ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കുടുംബം പരാജയപ്പെട്ടു. പക്ഷേ ആൻസുകുട്ടന് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമായിരുന്നു കടല പെറുക്കൽ മത്സരം. അപ്പോൾ നമ്മൾ കറി വയ്ക്കുന്ന കടലയാണ് ഇട്ട് കൊടുത്തത്. അതിങ്ങനെ പറക്കി ഒക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു കാണാനും കുട്ടികളുടെയും. അതിനുശേഷം സ്ത്രീകളുടെയും, അതിനുശേഷം പുരുഷന്മാർക്ക് കടല പെറുക്കൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ പെറുക്കിയുള്ള ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലും ദയനീയമായിട്ട് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെയൊക്കെ പരാജയപ്പെട്ടാലും കുറച്ച് മത്സരത്തിനൊക്കെ നമ്മൾ സമ്മാനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഇത്രയും പേര് വന്നതിൽ ഒരുപാട് പേർക്കൊന്നും സമ്മാനം കിട്ടിയില്ല. അപ്പം അതിൽ 1-2 വാങ്ങാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. പിന്നെ സമ്മാനത്തെക്കാൾ ഉപരിയായിട്ട് ഇതിലൊക്കെ പങ്കെടുത്ത് ഭയങ്കര രസമായിരുന്നു. എല്ലാവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ. അപ്പോൾ ഇങ്ങനെ ബോൾ പാസ് മത്സരമായിരുന്നു അടുത്തത്. അതിലും ഞാനങ്ങനെ കൂടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ബോൾ പ്ലാസ്റ്റിക്കാണ്, കയ്യിൽ തൊട്ട് എപ്പോൾ താഴെ പോകുന്ന ചോദിച്ചാൽ മതി, പിടുത്തം അങ്ങ് കിട്ടില്ല, പെട്ടെന്ന് അങ്ങ് സ്കിപ്പായി പോകുന്ന ബോളായിരുന്നു. എന്നിട്ടും ഞാൻ അതിൽ എന്തൊക്കെയോ ആയി എന്ന് നമുക്ക് അവസാനത്തെ ആ ഒരു കോമ്പറ്റീഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ബോൾ പാസ് ചെയ്യാനായിട്ട്.
ഇത് ട്രയലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നിൽക്കുന്നയാൾ ഔട്ടാകും. ലാസ്റ്റ് ബോൾ ആരുടെ കയ്യിലാണോ കിട്ടുന്നത് അവർ ഔട്ടാകും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു റൗണ്ടൊക്കെ പോയി, 2 റൗണ്ട് പോയി, 3 റൗണ്ട് പോയി, അങ്ങനെ പോയി അവസാനം ഫൈനലിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നല്ല രസമുണ്ടായിരുന്നു. ഇതിങ്ങനെ പാസ് ചെയ്ത് പോകാൻ അത് പിടുത്തം കിട്ടാനായിട്ട്. അപ്പോൾ ആൻസൂട്ടനെ നടുക്ക് നിർത്തി. ആൻസൂട്ടൻ കറങ്ങി വീഡിയോ എടുത്തു. അവസാനം എല്ലാവരും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ആൻസൂട്ടൻ കളത്തിന് വെളിയിലേക്ക് ഇറങ്ങി. അപ്പം ആൻസ് ഉള്ളത് കൊണ്ട് പിന്നെ കുറച്ചൊക്കെ വീഡിയോ എടുക്കാനും പറ്റിയിട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് പേര് സന്തോഷത്തോടെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിച്ച് ചിരിച്ച് ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ഒരു ദിവസം ഫുള്ള് നമ്മൾ ആ വീട്ടിലുണ്ടായിരുന്നു. നമ്മൾ വളരെ വൈകി 5 മണി കഴിഞ്ഞ പിന്നെയാണ് നമ്മൾ ആ വീട്ടിൽ നിന്ന് പോയത്. സത്യം പറഞ്ഞാൽ 9:45 എത്തേണ്ടതായിരുന്നു. അപ്പോൾ ആ ഫൈനൽ റൗണ്ടിൽ ഞങ്ങൾ 2 പേരുമാണ് എത്തിയത്. അവസാനത്തെ ബോള് ചേച്ചി തട്ടി എൻ്റെ കയ്യിലേക്ക് തന്നെ. ബോൾ പിടിക്കാനായിട്ട് പേടിയായിരുന്നു സത്യത്തിൽ. പിന്നെ പിടിക്കണമല്ലോ എന്ന് ഓർത്ത് അങ്ങ് പിടിച്ചെന്നേ ഉള്ളൂ. അവസാനം കൊടുത്താൽ ചേച്ചി വാങ്ങിയില്ല. ചേച്ചി കയ്യങ്ങ് മാറ്റിക്കളഞ്ഞ്. അങ്ങനെ ഞാൻ സെക്കൻഡായിട്ട് വീണ്ടും ജയിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മുടെ പുരുഷന്മാരുടെ വകയാണ്. അപ്പോൾ ചെറിയ പുരുഷൻ മുതൽ വലിയ പുരുഷൻ വരെ ഇതിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് നിൽക്കുന്നത് കണ്ടോ? അപ്പോൾ എന്താണെങ്കിലും കുട്ടികളൊന്നുമല്ല ഇത് ഈ കളിയിലും വിജയിച്ചത് എന്ന് ഞാനങ്ങ് മുൻകൂട്ടി അങ്ങ് പറഞ്ഞേക്കാം. ആൻസൂട്ടൻ ആ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആൻസൂട്ടനും ദയനീയമായിട്ട് ദയാലുവായിട്ട് പിൻവാങ്ങുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ സ്പൂൺ റേസിംഗ് ആയിരുന്നു. എനിക്ക് റേസിങ്ങും കാര്യങ്ങളും ഒന്നും വലിയ പിടുത്തമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ നമ്മുടെ നാരങ്ങയെല്ലാം താഴെ ചാടിച്ചിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോയി. അതിനുശേഷം ഇവരൊക്കെ ആയിരുന്നു മത്സരത്തിൽ ജയിച്ചത്. പിന്നെയായിരുന്നു നല്ല രസമായിരുന്നു. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മൈൻഡ് സെറ്റ് ഒന്നാണോ എന്നറിയാനുള്ളൊരു മത്സരമായിരുന്നു. പുറം തിരിഞ്ഞ് നിന്ന് ബോൾ എറിയുക, ഭർത്താവ് പിന്നിൽ നിന്ന് ഒരു ബക്കറ്റിലേക്ക് ബോൾ പിടിച്ചെടുക്കുക. അപ്പോൾ സ്മൈലി ബോളായിരുന്നു. അപ്പോൾ ചേട്ടന് അത് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം എനിക്കറിയാൻ പാടില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. പിന്നെ ബോൾ ബക്കറ്റിൽ വീണ് കഴിയുമ്പോഴത്തേക്കും ബോൾ ബക്കറ്റിൽ നിന്ന് തെറിച്ച് പോകുന്നൊരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ വന്ന എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ദമ്പതികളായിട്ടുള്ളവർ എല്ലാവരും ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതും ഒരു രസമുള്ള കാഴ്ച തന്നെയായിരുന്നു. കാരണം പ്രായഭേദമന്യേ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്ന കാണുമ്പോൾ അവർ ആ ഒരു കുട്ടിക്കാലത്തേക്കൊക്കെ മടങ്ങുന്ന ഒരു കാഴ്ച ഞാനിങ്ങനെ മാറി നിന്ന് കാണുമായിരുന്നു. അവരും എല്ലാം മറന്ന് അതിനകത്ത് പല ജോലിക്കാരുണ്ട്, റിട്ടയർഡായവരുണ്ട്, നല്ല ജോലിയിലൊക്കെ ഇരിക്കുന്നവരുണ്ട്. എല്ലാവരും തന്നെ നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. മക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞവരുണ്ട്, പേരക്കുട്ടികളുള്ളവരുണ്ട്. ഇതൊക്കെ മറന്നുകൊണ്ട് ഒരു 10 വയസ്സുള്ള കുട്ടികളെ പോലെ ഓടിച്ചാടി നടന്ന് തിമർത്ത് കളിച്ച് നടക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു. അവരും ആ കുട്ടികളായിട്ട് പല ഏജ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ പോലും അവർ എല്ലാവരും ഒരേ മൈൻഡോടെ ഇരിക്കുന്ന രസമായിരുന്നു. അപ്പം അതിനുശേഷം നമ്മളത് ഫോട്ടോ എടുക്കലും കാര്യങ്ങളുമായിരുന്നു. ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒരുമിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ആൻസൂട്ടനെ കൊണ്ടൊക്കെ എടുപ്പിച്ചതാണ്. അപ്പോൾ ഫോട്ടോസൊക്കെ നമ്മൾ വേറെ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ലേഡീസും ബോയ്സും സെപ്പറേറ്റ് ആയിട്ട് ഫോട്ടോ എടുത്ത് ഒരുമിച്ച് ഇടുന്നതായിരിക്കും. അതിനുശേഷമായിരുന്നു നമ്മുടെ സദ്യവട്ടം കാര്യങ്ങളിലേക്കൊക്കെ കടന്നത്. ഒരുപാട് കൂട്ടം കറികളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സദ്യ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഇതായിരുന്നു കേട്ടോ. കൂട്ടത്തിൽ ഏറ്റവും വലുത് ഇവരൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ വീട്ടിലെ അപ്പൂപ്പനും അമ്മൂമ്മയാണ് ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏറ്റവും ചെറുതും ഏറ്റവും വലുതും ഒക്കെ ഒരേ പന്തലിലൊക്കെ ഇരുന്ന് അങ്ങ് ഓണസദ്യ കഴിച്ചു. അതുതന്നെയായിരുന്നു നമ്മുടെ സമന്വയ റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണസദ്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സദ്യയുടെ ഇടയ്ക്ക് പാട്ടും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പാടാനറിയുന്നവരൊക്കെ കരോക്കെ ഇട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു, കരോക്കെ ഇല്ലാതെ പാടുന്നുണ്ടായിരുന്നു. തങ്ങളുടെ കലാപരമായ കഴിവുകളൊക്കെ എല്ലാവരും പുറത്തെടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ എനിക്കവിടെ കാണാൻ കഴിഞ്ഞു. പിന്നെ പാട്ടൊക്കെ ഞാൻ ഇടാത്തത് നമ്മൾ കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ടാണ് നമ്മൾ പാട്ടൊക്കെ ഹൈഡ് ചെയ്തിട്ട് വോയിസ് ഓവർ മാത്രം അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ 1, 2, 3 പന്തിയിലൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനും വിളമ്പാനൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് വിളമ്പാനും പഴം വിളമ്പാനും ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതൊക്കെ ഒരു രസമായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്ര നാളും വന്ന ലൈഫ് ചേഞ്ചസിൽ ഏറ്റവും മനോഹരമായ ഒരു ചേഞ്ചാണ് ഇവരെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചതും ഇവരോടൊപ്പമൊക്കെ ഓണസദ്യ ഉണ്ണാനും ഓണക്കളികളിലൊക്കെ പങ്കെടുക്കാനൊക്കെ സാധിച്ചതെന്ന് ഞാൻ പറയും. കാരണം ഇതുവരെ പല ഓണസദ്യകളൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടുകാരോടൊപ്പം ഓണസദ്യ എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടായിരുന്നു. അല്ലാതെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോഴും കോളേജിലും ഒക്കെ നമ്മൾ ഓണസദ്യയൊക്കെ കഴിക്കുന്നതാണ്. പക്ഷേ ഓണക്കളികളൊക്കെ കാണുന്നതാണ്. പക്ഷേ നാട്ടുകാരോടൊപ്പം ചേർന്നുള്ള ഒരു ഓണാഘോഷം എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ്. എൻ്റെ ചെറുപ്പത്തിലാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓണാഘോഷം വളരെ ഗംഭീരമായിട്ട് കൊണ്ടാടുന്നൊരു കാഴ്ച കണ്ടു വളർന്നൊരു കുട്ടിയാണ് ഞാൻ. നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് പണ്ടപ്പള്ളി സ്കൂളിൽ നിന്നും പ്രച്ഛന്ന വേഷത്തോടു കൂടി വലിയൊരു റാലിയോട് കൂടി താലപ്പൊലിയോട് കൂടിയൊക്കെ ഓണാഘോഷമൊക്കെ ഇറങ്ങാറുണ്ടായിരുന്നു. അത് തിരുവോണത്തിൻ്റെ അന്ന് വൈകിട്ടായിരുന്നു, 4 മണിക്ക് ഇറങ്ങും. അപ്പോൾ നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ. അതൊക്കെ പോയി നിന്ന് കാണും. 2 ദിവസം മുമ്പേ തന്നെ കളികളും വാഴ കൊണ്ട് നട്ടിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് വാഴയിൽ കയറ്റം, വടത്തിൽ കയറി പോകുന്നത്, അങ്ങനെ പലതരം കളികളിലൂടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇപ്പം അങ്ങോട്ട് ഇല്ലാതെ ആയിപ്പോയി. ചെറിയ അണുകുടുംബം.com എന്ന് പറയും പോലെ, അല്ലെങ്കിൽ ആളുകളെല്ലാം ഗൾഫിലേക്കും വിദേശത്തേക്കൊക്കെ കയറിപ്പോയി. ചെറുപ്പക്കാരൊന്നും നാട്ടിലില്ലാതായി. പഠനത്തിന് പോലും ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ പോലും ആരും നാട്ടിലില്ലാത്തൊരവസ്ഥയായി. അപ്പോൾ ഓണാഘോഷങ്ങളൊക്കെ ഇതുപോലെ റെസിഡൻസ് അസോസിയേഷനിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോയി. ഇതെങ്കിലും നമുക്ക് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാനുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. എനിക്കത് തന്നെയാണ് ഏറ്റവും വലുതായിട്ട് ഇതിൽ തോന്നിയത്. അപ്പോൾ എന്താണെങ്കിലും ജാക്സൺ ചേട്ടൻ വളരെ ആസ്വദിച്ച് തന്നെയാണ് സദ്യയൊക്കെ കഴിച്ചത്. അപ്പം നമ്മൾ ഒരുമിച്ചിരിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് നമ്മൾ ഒരുമിച്ചിരുന്നാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഈ വർഷത്തെ സെറ്റ് സാരി, ഓണാഘോഷത്തിൻ്റെ സെറ്റ് സാരി ആദ്യമായിട്ട് ഉടുത്തത്. ഞാൻ കോളേജിൽ പോലെ ഇത്തവണ സെറ്റ് സാരി ഒന്നും ഉടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടി. അതും ഒരു സന്തോഷം തന്നെയായ കാര്യമായിരുന്നു. അപ്പോൾ നമ്മളും അങ്ങനെ ഓണസദ്യ കഴിച്ചു. ആൻസൂട്ടൻ്റെ കയ്യിൽ ക്യാമറ കൈമാറിയിട്ടാണ് നമ്മൾ ഓണസദ്യയൊക്കെ കഴിച്ചത്. ഓണസദ്യ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ മാജിക്കൊക്കെ ഉണ്ടായിരുന്നു. മാജിക്കിന് ശേഷം ബാലമരണങ്ങൾ കേൾപ്പാനില്ല, ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല, നല്ലവരല്ലാതെ ഇല്ലവാരിൽ, കള്ളവുമില്ല ചടിയുമില്ല, എല്ലോളമില്ല പൊളിവചേനും പറയും ചെറുനഴിയും, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. കുഞ്ഞുമക്കളോടെ ഒരു കാര്യം ചോദിക്കട്ടെ, ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാമോ? നമ്മളെന്താ ആഘോഷിക്കണേ? അത് ആരുടെ ഓർമ്മയ്ക്കായിട്ടാ? മാവില്ല. മാവില്ല ആരായിരുന്നു? എവിടുത്തെ? എവിടെയായിരുന്നു? ആ കൊള്ളാം. കേരള നാട് ഭരിച്ചിരുന്ന ഭരണാധികാരി രാജാവായിരുന്നു. അത് അദ്ദേഹത്തിന് എന്താ പറ്റിയ? ആരാ ഭൂമിയുടെ അടിയിലേക്ക് വിട്ടെ? രാക്ഷസനും അല്ല അല്ല, പറഞ്ഞു തരട്ടെ? പറഞ്ഞുതരാം, കേട്ടിരുന്നോളൂ കേട്ടോ. കേട്ടിരിക്കണേ, കുഞ്ഞുമക്കളൊക്കെ കേട്ടിരിക്കണ അറിയാവുന്നത്. പണ്ട് നമ്മുടെ മലയാള നാട്, അതായത് കേരളം ഭരിച്ചിരുന്നത് മഹാബലി എന്നൊരു തമ്പുരാനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ആരും കള്ളത്തരം പറയല, ആരും ആരെയും ചതിക്കുകയല്ല, പിന്നെ എല്ലാവരും ധനവാന്മാരായിരുന്നു, എല്ലാവരും അറിവുള്ളവരായിരുന്നു, എല്ലാവരും അങ്ങനെയായിരുന്നു. പണ്ഡിതന്മാർ, പാമരന്മാരെന്ന് പറയുന്നില്ല, പട്ടിണിക്കാരും എല്ലാവരും സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരു കാലമായിരുന്നു. കുഞ്ഞുമക്കൾ മരിക്കുന്നില്ല. അങ്ങനെ നല്ലൊരു ഭരണം ആയിരുന്നു മാവേലിയുടെ. ഇത് കണ്ടിട്ടുണ്ടല്ലോ, ദേവന്മാർക്ക് അസൂയ തോന്നി. എന്നിട്ട് ദേവന്മാരിൽ ഒരാളെ മഹാവിഷ്ണുവിന് 10 അവതാരങ്ങളുണ്ട്. 10 ആളായിട്ട് ഒരു പ്രാവശ്യം അവതരിക്കാനായിട്ട് പറ്റും. എന്നിട്ട് ആ മഹാവിഷ്ണു ഉണ്ടല്ലോ നമ്മുടെ ഈ മാവേലി തമ്പുരാൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കുഞ്ഞു മനുഷ്യനായി, വാമൻ കുഞ്ഞു മനുഷ്യൻ, അതായത് നമ്മുടെ സിനിമയിലൊക്കെ ഉള്ള പക്കൂറില്ലേ, പക്കൂർ, അതുപോലെ ഒരു കുഞ്ഞു മനുഷ്യനായിട്ട് വന്നു. എന്നിട്ട് 3 ചോട് മണ്ണ് കൊടുക്കാവോ എന്ന് ചോദിച്ചു. നമ്മുടെ മാവേലി എന്നാന്ന് വെച്ചാൽ ഭയങ്കര ദാനശീലനാണ് കേട്ടോ. ആരെന്ത് ചോദിച്ചാലും ആരോടില്ല എന്ന് ഒന്നും പറയാൻ. ഈ കൊച്ചു മനുഷ്യൻ വന്നേച്ച് ഈ ഭയങ്കര ഭരണാധികാരിയോട് 3 ചോട് മണ്ണ് ചോദിച്ചു, അരി എന്ന് പറയാൻ പറ്റുമോ? ആയിക്കോട്ടെ, അറിഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞു.
അപ്പോഴുണ്ടല്ലോ ഈ കുഞ്ഞു മനുഷ്യൻ വളർന്ന് 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 വലുതായി ആകാശത്തോളം കുട്ടോളമായി. അപ്പൊ ഭയങ്കര മനുഷ്യനായില്ലേ. എന്നിട്ട് സ്വർഗവും ഭൂമിയും 2 ചുവട് കൊണ്ടാവുന്നു. എന്നുവെച്ചാ പുള്ളി ചോദിച്ചേ, 3ാമത്തെ ചുവട് ഞാൻ എവിടെ വെക്കും എന്ന് ചോദിച്ചു. അപ്പം മഹാബലി തമ്പുരാൻ വാക്ക് പറഞ്ഞു പോയില്ലേ. അന്നേരം അത് മാറ്റാൻ പറ്റില്ല കേട്ടോ. ഇവര് രാജാവൊക്കെ വാക്ക് പറഞ്ഞാൽ അത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ആ തമ്പുരാൻ കുഞ്ഞ മനുഷ്യന്റെ അടുത്ത് വെച്ച് എന്റെ തലയിൽ വെച്ചോളൂ പറഞ്ഞു. അപ്പൊ അന്നേരം ഈ നമ്മുടെ മഹാബലിനെ ചവിട്ടി പാതാളത്തിലേക്ക് താത്തി വിട്ടു. അതിനു മുമ്പ് ഒരു അവതാരം ചെയ്തു കേട്ടോ. ആടിലൊരിക്കല് തന്റെ പ്രജകളെ കാണുവാൻ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മാവേലി നമ്മളെ കാണാൻ വരുന്നതായ ദിവസമാണ് നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ ആടിയും പാടിയും നല്ല വസ്ത്രങ്ങൾ ധരിച്ചും നല്ല ഭക്ഷണം ധരിച്ചും ഭക്ഷണം കഴിച്ചും ഒക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് മാവേലിനെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഭക്ഷണവും ഇല്ല, കീർത്തുകയും കൊടുത്ത് ഒന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ മാവേലിക്ക് ഭയങ്കര സങ്കടവും. അതുകൊണ്ട് സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആർഭാടമായിട്ട് ആടിയും പാടി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് കളി ചിരി ഒക്കെ ആയിട്ട് മനസ്സിലായോ? ഈ അമ്മയുടെ ഒരു കഥ പറച്ചിലായിരുന്നു. അതിനുശേഷമായിരുന്നു ഒരു രസം. ഇതായിരുന്നു ഏറ്റവും ചിരിച്ച ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് സാരിയൊക്കെ കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഈ ഭർത്താക്കന്മാർ പറയും, ഒരുങ്ങി ഇറങ്ങി തീരാറായില്ലേ, ഇതുവരെ സാരി ചുറ്റി കഴിഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ട് ഒരു 100 വഴക്ക് പറയുന്ന പല ഭർത്താക്കന്മാരെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അവരുടെ കയ്യിലേക്ക് ആ സാരി ഒന്ന് കൊടുത്തു നോക്കൂ. ഇന്നത്തെ കാലത്ത് പിന്നെ പെൺകുട്ടികൾക്ക് പോലും സാരി ഉടുക്കാൻ അറിയത്തില്ല. അപ്പോൾ പിന്നെ ഈ ഒരു സാരി ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഉള്ളൊരവസ്ഥ ആലോചിച്ച് നോക്ക്. രസമായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ പരം രസം വേറെ ഉണ്ടായിരുന്നില്ല. പുരുഷന്മാരുടെ സാരി ഉടുക്കൽ മത്സരമായിരുന്നു നടന്നത്. അതിൽ പങ്കെടുത്ത ചേട്ടന്മാർ സാരി ഉടുക്കുന്നത് കണ്ടാൽ ചിരിച്ച് 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 അത്രയ്ക്കും ചിരിച്ച് മടുത്തു പോയ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം ഈ ഒരു സാരി ഉടുക്കലൊക്കെ തന്നെയായിരുന്നു. ചിലർ ഉടുത്തതൊക്കെ ശരിയാണ്, പക്ഷേ ഒന്നുകൂടി ഒന്ന് ചുറ്റി ഇട്ടാൽ ഭംഗിയായിരുന്നു. അതാ ചുറ്റി അങ്ങ് ഇട്ട് കഴിഞ്ഞപ്പോഴൊരു ഗമയ്ക്കുള്ള ഒരു നിപ്പുണ്ട്. അതാണ് നിങ്ങൾ കാണേണ്ടത് കേട്ടോ. രണ്ടാമത് നിൽക്കുന്നത് ആ ചേട്ടൻ കൈയൊക്കെ കെട്ടി നിൽക്കുന്ന നിപ്പ് നോക്ക്. അപ്പോൾ എന്താണെങ്കിലും ഇതിൽ പരം ഒരു സന്തോഷവും ഇതൊക്കെ പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എവിടെടാ എൻ്റെ ഒരു കയ്യിൽ നിന്നും ചോദിച്ചുകൊണ്ട് സാരി എടുത്ത് ദലൈലാമ പോലെയൊക്കെ ഇട്ട് നിൽക്കുന്ന കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇതായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അവസാനം നല്ല ഭംഗിക്കൊക്കെ കൊടുത്ത 2-3 പേർക്ക് സമ്മാനവും പ്രോത്സാഹന സമ്മാനവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു രസം തന്നെയായിരുന്നു. പിന്നെ ഇവരെ വെച്ചിട്ട് ഒരു ഡാൻസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏത് പാട്ടായിരുന്നു എന്നറിയാമോ? ഓണം മൂടായിരുന്നു. ഏത് മൂട്? ഓണം മൂട്. ഏത് മൂട്? അത്തം മൂട്. അപ്പം ആ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിപ്പിച്ചിട്ടാണ് നമ്മുടെ ചേട്ടന്മാരെയൊക്കെ അങ്ങ് താഴെ ഇറക്കി വിട്ടത്. അപ്പോൾ സാരി ഉടുക്കുന്നത് ഇത്രയും ബുദ്ധിമുട്ട ഒരു പരിപാടിയായിരുന്നു, ബുദ്ധിമുട്ടേറിയ ഒരു പരിപാടിയായിരുന്നു. ഇത് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയൊരു നിമിഷം കൂടിയായിരുന്നു നമ്മുടെ ചേട്ടന്മാർക്കൊക്കെ. അപ്പം ഞാൻ ജാക്സൺ ചേട്ടനെ കുറേ നിർബന്ധിച്ചതാണ് പോയി ഉടുക്കാൻ. പക്ഷേ എന്തോ ജാക്സൺ ചേട്ടൻ പോയില്ല. ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പോയി സാരിയൊക്കെ ചുറ്റി പഠിച്ചേനേലോ എന്നൊക്കെ എന്നോട് പറഞ്ഞ്. ഇത്രയധികം മത്സരങ്ങൾ വെച്ചിട്ടും ഇത്രയേറെ ചിരിച്ചൊരു മത്സരം ഇത് തന്നെയായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ സമ്മാനദാനത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു. മത്സരത്തിൽ വിജയിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കൊടുത്തത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും തന്നെ സമ്മാനങ്ങളൊക്കെ വാങ്ങി പോകുന്നതൊക്കെ കാണാനാണ്. ചിലർക്ക് 1, 2, 3 ഒക്കെ കിട്ടി, ചിലർക്ക് ഒരു സമ്മാനം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആരുടെയും മുഖത്ത് ഒരു നിരാശ പോലും ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം സമ്മാനങ്ങളിലോ കാര്യങ്ങളിലോ ഒന്നുമല്ല, ഇതിൽ പങ്കെടുക്കുക, കുറച്ച് നിമിഷങ്ങൾ നമ്മളെ തന്നെ മറന്ന് ചിരിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു ഇവിടെ കൂടിയ ഓരോരുത്തരുടെയും മുഖത്തെ കണ്ടത്. അതുതന്നെയായിരുന്നു നമുക്ക് ആവശ്യവും. അങ്ങനെ നമുക്ക് 2-3 സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചുമ്മാ ഒരു രസമായിരുന്നു. ചെറിയ പാത്രമൊക്കെ ആയിരുന്നു സമ്മാനങ്ങളൊക്കെ ആയിട്ട് തന്നത്. പിന്നെ ക്യാഷ് പ്രൈസും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ എപ്പോഴും ഈ ഒരു അസോസിയേഷനിൽ വെക്കുന്നത് ന്യൂ ഇയറും അതുപോലെ തന്നെ ഓണാഘോഷവുമാണ്. ഈ 2 പരിപാടികളാണ് ഇവിടെ വെക്കാറുള്ളതെന്നാണ് കേട്ടത്. അപ്പോൾ ഞാൻ വന്നതിൽ പിന്നെയുള്ള എൻ്റെ ആദ്യത്തെ ഓണാഘോഷമായിരുന്നു. ഇതിനു മുമ്പ് ന്യൂ ഇയർ പ്രോഗ്രാമിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓണാഘോഷത്തിൽ ആദ്യമായിട്ടായിരുന്നു വന്നത്. അപ്പം ഇനി അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി മികച്ച രീതിയിലൊക്കെ ഒരു തിരുവാതിരയൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വെക്കാം എന്ന് പറഞ്ഞാണ് നമ്മളന്ന് അവിടെ നിന്ന് പിരിഞ്ഞത്. അപ്പോൾ സമ്മാനദാനവും ചടങ്ങുകളും ആശംസകളും എല്ലാം കഴിഞ്ഞ്
നമ്മൾ പിരിയാൻ നിൽക്കുന്ന ആ ഒരു സമയമൊക്കെ തന്നെയായിരുന്നു ഇത്. എല്ലാവരുടെ മുഖത്തും പെട്ടെന്ന് പോകണമല്ലോ എന്നുള്ള ഒരു സങ്കടവും കൂടി ഉണ്ടോ എന്നൊരു സംശയം തന്നെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഓണാഘോഷം ഇതോടുകൂടി അവസാനിച്ച് ബാക്കി വന്ന പായസം കൂടി ഒരു ട്രിപ്പ് കൂടി എല്ലാവരും ഒന്ന് കഴിച്ച് അതിനുശേഷം കുശലാന്വേഷണമൊക്കെ പറഞ്ഞ് പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് എല്ലാ വീട്ടുകാർക്കൊരു ബാധ്യതയാക്കാതെ എല്ലാം എടുത്ത് വെച്ച് കഴുകി പറക്കിയൊക്കെ വെച്ച് എല്ലാവരും പിരിഞ്ഞത് കേട്ടോ. അപ്പോൾ മധുരം കഴിച്ച് നമ്മളങ്ങ് പിരിഞ്ഞു എന്ന് വേണം പറയാൻ. അതിമധുരമായ നിമിഷമായിരുന്നു. നമ്മുടെ ഓണാഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തറവാട്ടിലും പോയി അവിടെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപാടിക്കൊക്കെ പോയി നമുക്ക് ഇച്ചിരി സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടി. അതൊക്കെ കൊണ്ടാണ് നമ്മൾ വീട്ടിലെത്തിയത്. ആദ്യം കസേര കളിക്ക് ഗോദായിൽ ഇറങ്ങിയെങ്കിലും ചേട്ടൻ ആദ്യമായിട്ട് ദയനീയമായി പരാജയപ്പെട്ടു. പിന്നീട് ഞാൻ പരാജയപ്പെട്ടു. പിന്നീട് ആൻസ് സെക്കൻഡൊക്കെ വാങ്ങിച്ചു. അതിന് അവന് കിട്ടിയ സമ്മാനമാണ് ഡിഷും. ഇതെന്താ നമുക്ക് നോക്കാം. പിന്നെ ബോൾ ഇങ്ങനെ കൈമാറി പോകുന്ന ഗെയിമിൽ എനിക്കുണ്ടായിരുന്നു സെക്കൻഡ് പ്രൈസ്, അതിന് കിട്ടി. പിന്നെ വേറൊരു സംഭവത്തിലൊരു 250 രൂപ ക്യാഷ് പ്രൈസ് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മണർകാട് പള്ളിയിൽ പെരുന്നാൾ കൂടാൻ പോകാനായിട്ടെടുത്ത്. അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. സദ്യയൊക്കെ കഴിച്ചു. നല്ലതാണ്. നാട്ടുകാരുടെ ഒരു ഒത്തൊരുമ. അയൽപ്പക്കമല്ല കേട്ടോ, അയൽപ്പക്കത്തുള്ള റെസിഡൻഷ്യൽ ഏരിയ കുറച്ച് മാറിയാണ്. അപ്പം അങ്ങനെ കുറച്ച് പേരെയൊക്കെ കണ്ടു, സംസാരിച്ചു. നമ്മുടെ വീഡിയോ പലരും കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു. പലരും അതിൽ നമ്മുടെ വീഡിയോ കാണാറുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെയാണ്. അപ്പോൾ ഇതെന്താണ് നമുക്ക് പെട്ടെന്നൊന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ അതെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ പാത്രം കാണിക്കാം. സത്യം പറഞ്ഞാൽ ഞാനിത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുത്തപ്പോൾ അതിൽ ഓണാക്കാൻ മറന്നു പോയിട്ട്, അതുകൊണ്ട് ഇതെല്ലാം കിളിപ്പൊളിച്ച് ഞങ്ങൾ പാത്രം ആദ്യം തന്നെ കണ്ടുള്ള സത്യം അങ്ങ് പറഞ്ഞു നിന്നെ. അപ്പോൾ കുഴപ്പമിരിക്കണം. അപ്പോൾ ഇതാണൊരു പാത്രം. കറിയൊക്കെ ഇട്ട് വയ്ക്കാനും കറിയൊക്കെ കൊണ്ടുപോകാനും സ്നാക്സൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ലതാണ്. അപ്പം അത് അങ്ങനെ ഇരിക്കട്ടെ. ഇനി അടുത്ത പാത്രം ഒരെണ്ണം എനിക്ക് കിട്ടിയത്, ഒരെണ്ണം ആൻസൂട്ടിന് കിട്ടിയത്. അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. അടുത്ത പാത്രം നീല കളർ. പിന്നെ ഒരു 250 രൂപയുടെ ക്യാഷ് അവാർഡ് നമ്മൾ ടംബോല കളിച്ച് നേടിയിട്ടുണ്ടായിരുന്നു. 20 രൂപയുടെ 3 ടിക്കറ്റ് എടുത്തു. അതിലൊരു ടിക്കറ്റിന് നമുക്ക് എല്ലാ അക്കവും നമുക്ക് കിട്ടി. അങ്ങനെ അതിൽ തമ്പോല കിട്ടി. അതിൽ ക്യാഷ് എല്ലാ അക്കവും റെഡി ആവണം. ഒരാൾക്ക് 500 രൂപയായിരുന്നു. 2 പേർക്ക് ഒരേ സമയമായപ്പം 250 വീതം ഭാഗം വെച്ച് അങ്ങനെ 250 കിട്ടിയാൽ നാളെ നമുക്ക് മണർകാട് പള്ളിയിൽ പോയി പുട്ടടിക്കാം. പള്ളി പെരുന്നാളിന് പോകാൻ ഒട്ടച്ചെലവിനുള്ളതായി. അപ്പം നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ ഓണാഘോഷം എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നാളെ പെരുന്നാൾ വീഡിയോയുമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും പരിപാടിക്ക് ഡിസൈനിങ് ഓഫ് ബൈ.